മർക്കസിന്റെ 33-ാം വാർഷിക സമ്മേളനത്തിന്റെ സമയത്ത് ഈ ഫിറോസ് ഭായ് വന്ന് പ്രസംഗിച്ചത് നമുക്കൊക്കെ അറിയാം. ഏത് വർഷങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫൈറ്റ് നടക്കുകയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇപ്പൊ ഒരുമിച്ച് കൂടാൻ പറ്റിയതിൽ ഭാഗ്യമാണ്. അതേപോലെ തന്നെ ഞാൻ ഏറ്റവും സന്തോഷവാനാണ്. ഇതിന്റെ മുന്നിലൂടെ പല പ്രാവശ്യം പോയിട്ടുണ്ട്, കയറാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിനെതിരായിട്ട് സുന്നി ഹാഫ് കാറ്, സുന്നി ഫുള്ളില്ലാത്തൊരു കാറ്, ഒരു കാറുമായി തന്നെ അത് ഉന്തിയും തള്ളിയും പിന്നെയും നിൽക്കുന്നല്ല. അതുപോലെ ആ സാധനത്തില് അതോ സത്യദ്വാരയിലാണോന്നറിയില്ല. സത്യത്തിന് എപ്പോഴും ഒരു ഓട്ട ആയിക്കൂടി സത്യങ്ങളൊക്കെ ചോർന്നു പോകാനാണ് സത്യദ്വാരാണ് ഒക്കെ. അവരുടെ പേരുകളൊക്കെ അതിൽ നല്ലതാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞ അതിലൊരു ഒരു ഭീഷണി സ്വരത്തിൽ ഒക്കെ എഴുതി വിട്ടിരുന്നു. ഈ ഭീഷണി സ്വരത്തിൽ എഴുതിയപ്പോഴേക്കും ഈ ചങ്ങായി അങ്ങ് വത്തി മടക്കി. അതാണ് ഇപ്പൊ നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നേറ്റം കാരന്തൂർ മർക്കസിന്റെ ഗേറ്റിന്റെ മുൻവശത്ത് വന്നിട്ട് ഈ ഫിറോസ് എന്തോ പുലമ്പിപ്പോയി എന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്. പക്ഷെ അന്ന് 33-ാം വാർഷികത്തിൽ പ്രസംഗിച്ച ആർജവും ഊർജവും ഇപ്പൊ ഇവിടെ ചോർന്നുപോയി എന്നറിയില്ല. ഒരു യൂത്ത് ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സെക്രട്ടറി, ആ സംസ്ഥാന സെക്രട്ടറി കേവലം കേരളത്തിന്റെ മലപ്പുറം ജില്ലയുടെ മുക്കുമൂലകളിൽ ഒഴുങ്ങിക്കൂടി തരിമൂക്കില്ലാത്ത തവളാച്ചികളെ പോലെ മൊക്കറയിടുന്ന SKSSFന്റെ വീരവാദത്തിന് വഴങ്ങിയിട്ട് അദ്ദേഹം ഇന്നലെ ആ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. MSFന് വേണ്ടിയായിരിക്കാം, പക്ഷെ എന്തിനാണ് ആ വാല് പൊക്കിയെന്നുള്ളത് നമുക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയുന്ന വിഷയം തന്നെയാണ്. അപ്പൊ നിങ്ങൾ നോക്കണം, കേരളത്തിലെ തടക്കവും പഴക്കവും ചെന്ന ഒരു യൂത്ത് ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സെക്രട്ടറി കേവലം 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന്റെ അല്ലെങ്കിൽ പയ്യൻസിന്റെ അല്ലെങ്കിൽ ടീനേജ് പൂർത്തിയാകാത്ത ടീനേജിലുള്ളൊരു വ്യക്തിയുടെ ഒരു കുട്ടിയുടെ വാക്കിന് മുന്നിൽ അടിപതറി. ആദർശം നോക്കണം നിങ്ങൾ. എന്നിട്ട് എന്തൊക്കെ പുലമ്പിന്നാ പറഞ്ഞത്. എന്നിട്ട് എങ്ങനെയാലും ചന്ദനം ചാരിയ ചന്ദനം, ചാണം ചാരിയ ചാണെന്നാ. KM ഷാജി എന്ന ചാണം അവിടെ ചാരി നിന്ന ആ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് ഇവൻ യൂത്ത് ലീഗിന്റെ. അപ്പൊ ഏകദേശമൊക്കെ KM ഷാജിന്റെ സ്വഭാവം ഇവന്റെ കയ്യിലുണ്ടാവും. ഇൻഷാ അല്ലാഹ് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇവനൊക്കെ ഇവിടെ ഉണ്ടല്ലോ എല്ലാരും. പുതുമയുള്ളത് പുതുമയോടെ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ. KNJ മീഡിയ.